Good morning. Good morning, ma'am. Good morning, all. ആതിര മിസ്സിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ആണ്. ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അതുകൊണ്ടാണ് മിസ്സിന്റെ ക്ലാസ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഇന്നലെ കണ്ടപ്പോ എന്ത് പേടിയായിരുന്നു എല്ലാവർക്കും. പേടിച്ചത്രൊന്നല്ല മിസ്സേ. ഓക്കെ. പിന്നെ എന്തോ സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഏതൊരു ക്വസ്റ്റ്യൻ? നൺ ഓഫ് ദ എബോവ് ഓൾ ഓഫ് ദ എബോവ് ആണോ സംശയം വന്നത്? മിസ്സേ അതുണ്ടായിരുന്നു സംശയം. ഓക്കെ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു മിനിറ്റ് 1 മിനിറ്റ്. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? അതിന്റെ സ്ട്രക്ചർ 1 മിനിറ്റ് നോക്കട്ടെ. എക്സാം കറക്റ്റ് ആയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തില്ലേ? കൊടുത്തു. ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു ഫുഡ് ആൻഡ് ന്യൂട്രീഷനിൽ ഡൗട്ട് ഉണ്ടായിരുന്നത്? ഓൾ ഓഫ് ദ എബോവ്, നൺ ഓഫ് ദ എബോവ് അറിയോ? ഓർമ്മയുണ്ടാവും? നോട്ട് ചെയ്ത വെച്ചാൽ ഡിഫ്തീരിയയുടെ ആണോ? അല്ലല്ലോ, ആ ഒരു ഇതായിരിക്കുള്ളൂ. ന്യൂട്രിയൻസോ? ന്യൂട്രിയൻസിന്റെ ആണോ ചാപ്റ്റർ? അതെ. അത് ഏതാ ക്വസ്റ്റ്യൻ ഒന്ന് പറയുകയാണെങ്കിൽ എത്രാമത്തെ നമ്പർ ആണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഒരു ക്വസ്റ്റ്യനിൽ മാത്രമേ ചിൽഡ്രൻസ് ഫുഡ്, കുട്ടികളുടെ ഫുഡില് ഏത് ന്യൂട്രിയൻസ് ആണ് റിച്ച് ആയിട്ട് വേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ്, ഇതല്ലേ മെയിൻ ആയിട്ട് വേണ്ടത് ഫുഡില്. അതിന് ആൻസർ ഗുഡ് മോർണിംഗ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുവാണോ? ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് എന്തോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ മാം. ഓക്കെ, സ്കൂളിൽ നിന്നാണ് അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ മാം. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പറഞ്ഞോ കേട്ടോ. പ്രയർ സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ ചെല്ലാം. ഓക്കേടാ. അറബിയാന്ന്. ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا ارحمنا ربنا واغفر ذنوبنا ثبت قلوبنا على دينك نجنا وانصرنا من كل آفاتنا أنت مجيبا دعواتنا. Okay, thought of the day and sign in പറഞ്ഞോ കേട്ടോ. Thought of the day sign in പറഞ്ഞോ കേട്ടോ. Good morning, ma'am. Thought of the day. We fear the future because we are wasting today. Mother Teresa. Thank you. Okay. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ? നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കേടാ. അപ്പോ പേജ് നമ്പർ 80 മരിയ മോണ്ടിസോറി.
യൂണിറ്റ് 1 മരിയ മോണ്ടിസോറി അല്ലെ. സെമിനാർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സെമിനാർ പറഞ്ഞിട്ടേ ഇല്ല. 29-ാം തീയതിയൊക്കെ മിസ്. പറഞ്ഞത് 29-ാം തീയതി. എന്റെ ക്ലാസ് സെമസ്റ്റർ 29 29-ാം തീയതിയാണ്. ഏത് ടോപ്പിക്കിനെ കുറിച്ച് സെമിനാർ? 29-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ് ഡേറ്റ് നോക്കട്ടെ. വേറെ എന്തോ പറഞ്ഞു. ആക്ടിവിറ്റി അല്ലേ പറഞ്ഞേ? 29-ാം തീയതി ആക്ടിവിറ്റി ആണ്. സെമിനാർ ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞു. 22 അടുത്ത ആഴ്ച പ്രിപ്പയർ ചെയ്ത് വന്നോട്. 22-ാം തീയതിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നെ. ടോപ്പിക് മരിയ മോണ്ടിസോറി ആയിരുന്നു. ആരൊക്കെയായിരുന്നു? ഫാത്തിമ, മഷ്റഫ, ആയിഷ, ഷെർലി, രഞ്ജിത, തൻസി. ഇത്രയും പേരല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ടോപ്പിക് സെമിനാർ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. നമ്മള് മരിയ മോണ്ടിസോറി ആണ്, നമുക്കറിയാം. ഈ ഒരു മെത്തേഡ്, മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ ഫൗണ്ടർ ആരാണ്? മരിയ മോണ്ടിസോറി ആണ്. ഷീ ഈസ് ആൻ ഇറ്റാലിയൻ ഫിസിഷ്യൻ ആൻഡ് എഡ്യൂക്കേറ്റർ ആണ്. 1872 to 1952 ആണ് ആ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. മരിയ മോണ്ടിസോറി ആണ് ഈ മരിയ മോണ്ടിസോറി കുട്ടികളുടെ നടത്തിയിരിക്കുന്ന ഒബ്സർവേഷന്റെയും എന്താ പറയാ അതിന്റെ റിസൾട്ടും ഇവാലുവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോ മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം ഈ ഒരു മെത്തേഡിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ കാലഘട്ടം? വേൾഡ് വാർ 2 നടന്ന കാലഘട്ടമായിരുന്നു മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം. അപ്പൊ സെമിനാറിന്റെ സമയത്ത് ആ കാര്യങ്ങളും അതേപോലെ വേൾഡ് വാർ 2 സമയത്ത് ഇന്ത്യയിലെ റഷ്യൻ ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് കണ്ടക്ട് ചെയ്യണം, സെമിനാർ കണ്ടക്ട് ചെയ്യണം കേട്ടോ. അപ്പോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫായിരുന്നു മരിയ മോണ്ടിസോറിയുടെ. അതേപോലെ തന്നെ മോണ്ടിസോറി സെലക്ട് ചെയ്തത് ഫിസിഷ്യൻ ആവാൻ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ ആയിരുന്നു. ആദ്യം എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇഷ്ടം. പിന്നീട് മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്നത്തെ കാലഘട്ടത്തില് സ്ത്രീകൾ ആരും ഈ ഒരു പ്രൊഫഷനിലേക്ക് അധികം വരുന്നില്ല. ആ ഒരു ടൈമിലാണ് മരിയ മോണ്ടിസോറി ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ആദ്യം മോണ്ടിസോറി ഡീൽ ചെയ്തത്, പിന്നെ ഫിസിഷ്യനായി പാസ് ഔട്ട് ആയി. അതേപോലെ ആദ്യം മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തില് കുറച്ച് ഫെഡിബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികൾ, എന്ന് വെച്ചാൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒട്ടും ചിന്തിക്കാനുള്ള കഴിവില്ല, ഒട്ടും എന്തില്ല, നോളജ് ടു തിങ്ക് ഒട്ടും ഇല്ലാത്തവരാണ് ആര്, നമ്മളുടെ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ. അപ്പൊ ആ സമയത്ത് അവരിൽ എന്ത് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെത്തേഡാണ് അവർക്ക് അവർ സെൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആ സെൻസിന് ട്രെയിൻ ചെയ്യിക്കുകയാണ് മരിയ മോണ്ടിസോറി ചെയ്തത്. അപ്പൊ സെൻസ് ഓർഗൻസ് സെൻസറി ആക്ടിവിറ്റീസിലൂടെയാണ് മരിയ മോണ്ടിസോറി എന്ത് ചെയ്തത്, അവർ സെൻസർ ട്രെയിൻ ചെയ്തു. അതിലൂടെ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ, മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മുടെ നോർമൽ കുട്ടികളിൽ ആക്ട് ചെയ്താൽ അല്ലെങ്കിൽ എത്ര മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന ഒരു എന്താ പറയാ ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഈ ഒരു മോണ്ടിസോറി മെത്തേഡ് എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്. ദെൻ പിന്നെ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിയ മോണ്ടിസോറി ഈ ഫസ്റ്റ് പേജ് ഞാൻ എടുത്തല്ലേ ലാസ്റ്റ് ക്ലാസ്സില്? ഓക്കെ, സ്പീഡിൽ പറയാലോ. പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്ക് ഡൗട്ട് വന്നു. ഓക്കെ. അപ്പോ ശരിക്കും പറഞ്ഞ മോണ്ടിസോറിയുടെ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡൾട്ടിനെയാണ് എപ്പോഴും, സൊസൈറ്റി എപ്പോഴും ആരെയാണ്, അഡൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ഈ ഒരു അഡൾട്ട് ആവുന്നതിന് മുമ്പ് അവരൊരു ചൈൽഡ്ഹുഡ് ഉണ്ട്. ഈ ചൈൽഡ്ഹുഡിൽ അവനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഈ ഒരു അഡൾട്ടിലേക്ക് ആവുമ്പോൾ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചൈൽഡ്ഹുഡിൽ അവനെ ചെറുപ്പം മുതലേ നല്ല പേഷ്യൻസും കെയറും സ്റ്റഡിയും പ്രാക്ടീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബെറ്റർ ഒരു അഡൾട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനും നല്ല എന്താ പറയുക, നല്ല കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഡ്യൂട്ടീസ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഒബ്സർവേഷന്റെ ബേസിലാണ് എന്താണ് ഈ ഒരു മെത്തേഡിലേക്ക് വന്നത്. പിന്നീട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുട്ടികളിലെ അഡൾട്ടിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കാ മെയിൻ ആയിട്ട് പറ്റുന്നത്, ടീച്ചേഴ്സിനും
മദറിനും ടീച്ചറിനും യൂസ് ചെയ്യേണ്ട ഫെസിലിറ്റേറ്റർ എന്ന് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ അവർ ട്രെയിൻ ചെയ്യുന്ന മെന്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ. നിങ്ങളോട് ഞങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? മെന്റർ എന്നാ പറയാ, ഫെസിലിറ്റേറ്റർ എന്നോ അല്ലെങ്കിൽ ടീച്ചർ എന്നാണോ പറയുന്നത്? ഫെസിലിറ്റേറ്റർ. ഓക്കെ ഓക്കെ. അപ്പൊ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് മദറിന്റെയും അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. കുട്ടികള് ഓരോ ആക്ടിവിറ്റീസും ട്രൂലി ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ ഒരു ഫ്രീഡം, അതേപോലെ തന്നെ ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി സെൽഫ് കോൺഫിഡൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് മരിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷനിലൂടെ കണ്ടെത്തുകയായിരുന്നു. ഈ ഒബ്സർവേഷന്റെ ബേസിൽ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാമായിരുന്നു മരിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെർ ഒബ്സർവേഷൻസ് ആണ് ട്ടോ. ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് കുട്ടികളാണെങ്കിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. പക്ഷെ മുതിർന്നവര്, നമ്മളെ പോലത്തെ മുതിർന്ന വ്യക്തികളാണെങ്കിൽ അത് പ്രോക്രിയേറ്റ് ചെയ്യും. ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തത് എന്ത് ചെയ്യും? കോപ്പി അടിക്കാനോ റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് റെക്കോർഡൊക്കെ തന്നിട്ടില്ലേ ടീച്ചർ? റെക്കോർഡില് ആക്ഷൻ സ്റ്റോറി ഒക്കെ നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? ഗൂഗിളിൽ നോക്കിയിട്ട് ChatGPT ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ജെമിനി ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഇതൊന്നല്ല, സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ആരൊക്കെയുണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നവര്? ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, ഒരു ആക്ഷൻ സോങ് സ്വന്തമായിട്ട് വിദ്യാർത്ഥികൾ ഉണ്ടോ ഇവിടെ? സ്നേഹ വെരി ഗുഡ്, എഴുതിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഹെൽപ്പ് മോളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മെറ്റായി ChatGPT. ഓക്കെ, പിന്നെ കിട്ടാത്തതൊക്കെ ഇതേപോലെ മാം പറഞ്ഞ പോലത്തെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാ വരികളൊക്കെ എടുക്കാം. സ്വന്തമായിട്ട് എഴുതേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. ഒരാൾ ചെയ്ത വർക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്തൊന്നും കൊടുക്കരുത്. കാരണം എന്താണ്? അത് ഓരോരുത്തരുടെയും ആ ഒരു മനസ്സിലാക്കിയ രീതിയിലാണ്. നമ്മള് മുതിർന്നവരുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഞാനടക്കം മറ്റുള്ളവർ ആരെങ്കിലും ചെയ്ത വർക്ക് കോപ്പി അടിക്കാനും നോക്കുക. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, സ്വയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊന്ന് പടം വരച്ചു കൊടുത്താലോ അല്ലെങ്കിൽ കുട്ടികളാണ് വിചാരിക്കും, നമ്മളൊന്ന് എഴുതി കൊടുത്താൽ ടീച്ചർ വഴക്ക് പറയും വിചാരിച്ച് നമ്മൾ എഴുതി കൊടുത്താൽ മേ ബി കുട്ടി ഇരുന്നത് മാർക്സ് അവൻ അത് എഴുതുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്? അഡൾട്ട് കോപ്പി അടിക്കാൻ നോക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അഡൾട്ടിനേക്കാളും കൂടുതൽ നമ്മുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുന്നത് ആരാണ്? കുട്ടികളാണ് ട്ടോ. അഡൾട്ടിലേക്ക് അവന്റെ കംഫർട്ടബിളിലേക്ക്, അവന്റെ കംഫർട്ട് സോൺ, അവന്റെ എൻവയോൺമെന്റിനെ മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ കുട്ടി ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് ആക്ട് ആവാനും അതായിട്ട് പെട്ടെന്ന് മിങ്കിൾ ആവാനും കുട്ടികൾക്ക് പറ്റും. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പ്രീ സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് വാശിയൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അവർ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവും. സോ ദ ചിൽഡ്രൻസ് യൂസ് ദ എൻവയോൺമെന്റ് ടു പെർഫെക്റ്റ് ഹിംസെൽഫ്. കുട്ടികൾ എങ്ങനെയാണ് അവർ ആ ഒരു എൻവയോൺമെന്റിലേക്ക് പെർഫെക്റ്റ് ആക്കാൻ നോക്കുമ്പോൾ while the adult use himself to perfect the environment. അഡൾട്ട് എപ്പോഴും അവരുടെ ചുറ്റുപാടും പെർഫെക്റ്റ് ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കുട്ടികൾ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ആവുമ്പോൾ അഡൾട്ട് അവന്റെ രീതിക്ക് ആ ഒരു എൻവയോൺമെന്റ് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. The adult is no longer developing. ഇനി അഡൾട്ട് ഡെവലപ്പ് ആവാനുള്ള ചാൻസ് ഇല്ല. He has to reach the top of the species. അവൻ ആ ഒരു മുതിർന്ന ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട്. But the child interact with the environment and absorb impression for the psychic development. കുട്ടികളെയാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മരിയ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിലെയാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? അവനാണ് ഇനി മാറാനുള്ളത്, അല്ലെങ്കിൽ അവനാണ് ഇനി മെച്ചുവേർഡ് ആവാനുള്ളത്. അവൻ എൻവയോൺമെന്റ് ആയിട്ട് കുറച്ചുകൂടി ഇന്ററാക്ട് ആവട്ടെ, അവൻ ഓരോ കാര്യങ്ങളും സൈക്കിക് ഡെവലപ്മെന്റ് അവന് സംഭവിക്കട്ടെ. ഇതിലൂടെ അവന് ഒരുപാട് ചേഞ്ചസ്, എങ്ങനെ പേഷ്യൻസ്, കോൺസെൻട്രേഷൻ, ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസെൻട്രേഷൻ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവന് അക്യൂർ ചെയ്യാനുണ്ട്. പേജ് നമ്പർ 81 ആടാ. ഇനി the aim of the child's work is not external one but of an internal one. എക്സ്റ്റേണൽ വൺ അല്ല ഒരു കുട്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് എക്സ്റ്റേണൽ ആയിട്ട് കാണിക്കണം എന്നൊന്നുമില്ല. പക്ഷെ അത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു വണ്ണാണ്. എന്ന് വെച്ചാൽ അവന്റെ ഒരു ഇന്റൻഷൻ, ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്റൻഷൻ ആണ്. അതേപോലെ നമ്മൾ കുട്ടികൾ വർക്ക് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആക്കാൻ
പെർഫെക്റ്റ് ആക്കണം എന്ന് അവർക്ക് നിർബന്ധമില്ല. പെർഫെക്റ്റ് ആക്കണം എന്ന് നിർബന്ധമുള്ളത് മുതിർന്നവർക്ക്. അവർക്കത് വർക്ക് ചെയ്യണം. കറക്റ്റ് ആയിട്ട് ഒന്ന് വർക്ക് ചെയ്താൽ മതി. ആ ഒരു ഫ്ലോ ഓഫ് പ്രോസസ്സിനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ചെയ്യുന്ന രീതിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. നമ്മള് ഓക്കേടാ അപ്പൊ നമ്മള് എന്താണ്, നമ്മളെപ്പോഴും പെർഫെക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുട്ടികൾ ആ വർക്കിന്റെ ആ ഒരു പ്രോസസ്സിനെ അവർ ലവ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ. അവരുടെ ഒരു കൺസ്ട്രക്ഷൻ ആണ്, സെൽഫ് കൺസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് an adult work to finish an activity and the child work in order to grow. അഡൾട്ട്സ് എന്ന് വെച്ചാൽ അവരുടെ ആക്ടിവിറ്റി എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണം എന്നുള്ള എയിം ആയിരിക്കുള്ളൂ. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, മുതിർന്നവർക്ക് അങ്ങനെയാണ്. അവർ വർക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യണം. അത് പെർഫെക്റ്റ് ആക്കണോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ കുട്ടിക്ക് ആ വർക്ക് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവും. ത്രൂ വർക്ക് ഹി ഡെവലപ്പ് കോൺസെൻട്രേഷൻ. കുട്ടികൾ വർക്ക് ചെയ്യുന്നതിലൂടെ, റിപ്പീറ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും. മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. വർക്ക് ഹാബിറ്റ്, അവർക്ക് ആ വർക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയാ ഹാബിറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മോർ ഇമ്പോർട്ടന്റ്ലി ഈ സെൽഫ് കൺസെപ്റ്റ്, അവനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ അറ്റൈൻ ചെയ്യുന്നത്. മുതിർന്നവരാണെങ്കിൽ ജസ്റ്റ് ആ വർക്ക് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പാണ്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെല്ലാവരെയും കാണിക്കും. ഇപ്പൊ ഡ്രോ ചെയ്യാന്ന് വിചാരിക്കും, നമ്മൾ ക്രയോൺസും, നിങ്ങൾ കുഞ്ഞു കുട്ടികളുള്ളവരാണെങ്കിൽ, മെയിൻ ആയിട്ട് ഒരു 3 to 6 years വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എപ്പോഴും കൊടുക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഡ്രോയിങ് ആക്ടിവിറ്റി. ഡ്രോ ചെയ്യാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഡ്രോ ചെയ്യുന്നത് നല്ല രസമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആലോചിച്ച് നോക്കി, എത്ര നേരം എടുത്ത് ചിലപ്പോൾ ഒരു പിക്ചർ വരയ്ക്കുന്നത്. മേ ബി ഒരു 2 or 3 hours അവർ ഫുഡ് കഴിക്കുമ്പോൾ പോലും അവർ പിക്ചർ എന്ത് ചെയ്തോണ്ടിരിക്കും, ഡ്രോ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഞാൻ വരച്ച് തീർത്തിട്ട് ഭക്ഷണം കഴിക്കാമ്മ എന്നൊക്കെ പറയും. അപ്പൊ അവർ ഇത്രയും നേരം ആ ഒരു വർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യാൻ കണ്ടിന്യൂസ് ആ ഒരു വർക്ക് ചെയ്യാണ്. നമ്മളാണെങ്കിൽ ഒരു പിക്ചർ ഡ്രോ ചെയ്യാൻ നിന്നാൽ വേഗം അത് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളുടെ അടുത്ത വർക്കിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാനും ശ്രമിക്കും. പക്ഷെ കുട്ടികൾ ആ ചെയ്യുന്ന രീതിയിൽ അവർ ഇഷ്ടപ്പെട്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടിയാണ് കുട്ടികൾ ഓരോ വർക്കും ചെയ്യുന്നത്. അവർക്ക് ആ വർക്ക് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട്, ആ താല്പര്യം വളരെ കൂടുതലായിരിക്കും. നമ്മളെക്കാളും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? കുട്ടികളാണ്. സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. കുട്ടികൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നല്ല ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോ ഇനി കുട്ടികളെ ഭിത്തിയിലും മതിലിനൊക്കെ എന്ത് ചെയ്യുമ്പോ വരയ്ക്കുമ്പോ അവരെന്ത് ചെയ്യരുത്, വഴക്ക് പറയേ അടിക്കൊന്നും ചെയ്യരുത്. അവരത് ചെയ്തോട്ടെ, അവരുടെ പ്രായത്തിൻ്റെതായ ഒരു ഇതാണ്. നല്ല രീതിയിൽ അവർ ചെയ്തോട്ടെ. അവർക്ക് എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിന്റെ ഭാഗമാണ്. ഇപ്പൊ എന്റെ മോൻ ബീന്ന് എഴുതാണ്, മതിലുമ്പോ ബീന്ന് എഴുതാം. മോള് ബി ഒക്കെ പഠിക്കുന്നതുകൊണ്ട് മോൻ വന്നിട്ട് മതിലുമ്പോ ബീന്ന് എഴുതാം. ബീന്നല്ല, കുത്തി വരയ്ക്കുക. അപ്പൊ അവന് എഴുതാണ്, അവന് ചേച്ചി വരയ്ക്കുന്നത് പോലെ വരയ്ക്കണം എന്നുള്ളൊരു ഇന്റൻഷനാണ്. കുഞ്ഞു കുട്ടികൾ അങ്ങനെയാണ്. അവർക്കത് കോപ്പി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ആളെടുത്തിട്ട് ബി നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഓക്കെ, ബി ആണ് അങ്ങനെ. അപ്പൊ ഒരു കുട്ടികള് ഇപ്പൊ ഒത്തിരി ചില കുട്ടികൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പൊ ഒരു കുട്ടി പഠിക്കുന്നില്ല, പഠന വൈകല്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ആ കുട്ടിനെ കൊണ്ട് ഒന്ന് ഡ്രോ ചെയ്യിച്ച് നോക്കുക. ഡ്രോ ചെയ്യിക്കാൻ ഡ്രോയിങ്ങിന് പേപ്പറും ഒരു സ്കെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്കെച്ചും അതേപോലെ തന്നെ ക്രയോൺസും കൊടുക്കുക. സ്കെച്ച് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇതാണ് കേട്ടോ, ഈ പിക്ചർ ഉണ്ടല്ലോ, കളർ ചെയ്യാനുള്ള ഒരു പിക്ചറും അതേപോലെ തന്നെ ക്രയോൺസും കൊടുക്കുക. അവരത് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറെ നേരം അത് ഡ്രോ ചെയ്യുന്നുണ്ടോ നോക്കുക. സോ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അത്രയും നേരം കോൺസെൻട്രേറ്റ് ചെയ്തൊരു പിക്ചർ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവാനായിട്ട് പറ്റും. ഇനി ദ ചൈൽഡ് ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് വർക്ക്. നമ്മൾ കുട്ടികൾ ആ ഒരു എൻ്റെ പ്രോസസ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ പിൻടവർ ആണെങ്കിൽ കുട്ടികൾ മേ ബി അത് അറേഞ്ച് ചെയ്ത് ടോപ്പിൽ വെക്കുന്ന കാര്യം ആ ഒരു പ്രോസസ്സ് ഇഷ്ടമാണ്. ഇത് സപ്പോസ് തെറ്റിപ്പോയി, അത് പോയി, അത് വീണ്ടും അതെടുത്ത് അറേഞ്ച് ചെയ്യും, കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യും, റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അഡൾട്ട് എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് പിൻടവറിനെ എന്താ പറയാ ആ സോളിഡ്സ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് മെഷർ ചെയ്തിട്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ റിസൾട്ട് കൂടുതലായിട്ട് മോർ ഇൻട്രസ്റ്റഡ് എന്താണ്, നമ്മുടെ റിസൾട്ടാണ്. നമ്മൾ ഫിനിഷ് ചെയ്യണം, ഫസ്റ്റ് ആവണം. ഞാൻ ആ ഒരു റിസൾട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അഡൾട്ടുകൾക്ക് മുതിർന്നവർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ചൈൽഡ് follow a low maximum effort. To grow he must do himself and no one can do it for him.
In fact, every assistant gave to the child is resistant the development. എല്ലാ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം. അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് മുതിർന്നു കഴിഞ്ഞാലും അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ സ്വയമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ കുട്ടികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അയ്യോ നീ ഇത് ചെയ്യാറായിട്ടില്ല, നീ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറയല്ല വേണ്ടത്. അവർ ചെയ്യാറായിട്ടുണ്ടെങ്കിൽ അവരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ കൊടുക്കുക. അവന് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, എല്ലാ കാര്യവും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് അവിടെ അറസ്റ്റ് ചെയ്യാണ്. അതിന് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ കുട്ടീനെ എന്താ പറയാ ഹെൽപ്പിംഗ് ആണോ, എന്താ പറയാ ഹെൽപ്പിംഗ് അല്ല. ശരിക്കും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അമ്മമാരാണ്. അമ്മമാരെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും. വലുതായി കഴിഞ്ഞാലും എത്ര വലുതായാലും എന്റെ മോനല്ലേ ഞാനല്ലേ ചെയ്തു കൊടുക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്തു കൊടുക്കും. പക്ഷെ അവിടെ എന്ത് നടക്കാണ്, ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രോപ്പർ ആകുന്നില്ല. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കുട്ടിക്ക് ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കണം. മോട്ടോർ, ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ എല്ലാ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പോൾ അവന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം. ഓരോ ആക്ടിവിറ്റീസും അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അങ്ങനെ ആവുമ്പോൾ അവന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. ഇന്ന കാര്യം എനിക്ക് ചെയ്യാനായിട്ട് പറ്റും, ഇന്ന ആക്ടിവിറ്റി ഞാൻ പ്രോപ്പർ ആയിട്ട് ചെയ്യും എന്നൊരു സെൽഫ് കോൺഫിഡൻസ് അവന് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ദ റിതം ഓഫ് ദ ചൈൽഡ് വർക്ക് ഇസ് ഡിഫറെന്റ് ഫ്രം ദ വർക്ക് ഓഫ് ദ അഡൾട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികളുടെ വർക്ക് ചെയ്യുന്നത് അതൊരു പ്രത്യേക റിതമാണ്. അത് നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമാണ്. നിങ്ങള് ചെറിയ സ്കൂളിലൊക്കെ പോകുന്ന ടീച്ചർമാര്, ഇപ്പൊ പോകുന്നവര്, ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്ന ടീച്ചർമാർക്ക് അറിയാൻ പറ്റും അവരുടെ വർക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. എ ചൈൽഡ് അബൌട്ട് 3 to 5 years who want to work with a 10 cube of pink tower on a rug would make 10 separate trips all across the road. അപ്പം നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ പിങ്ക് ടവർ? ഓക്കെ. ഈ പിങ്ക് ടവർ യൂസ് ചെയ്ത് കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പിങ്ക് ടവറിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. നമ്മളുടെ കയ്യിലുള്ള പിങ്ക് ടവറിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. എന്നിട്ട് ഒരു 3 വയസ്സ് ഒരു കുട്ടീനെ അടുത്തിരുത്തിയിട്ട് പിങ്ക് ടവർ ചെയ്യാനായിട്ട് പറയാം. അപ്പൊ അവരത് ആ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ഒരു വർക്കിന്റെ ഒരു രീതി. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കളർ ഒന്നാമത് അട്രാക്റ്റീവ് ആണ്. പിന്നെ അവർക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും 1, 2, 3. അതേപോലെ ബിഗ് ആൻഡ് സ്മോൾ ആ ഒരു ഡിഫറൻസ്. ഇത് സ്മോൾ ആണ്, ചെറിയ ഏറ്റവും ഫസ്റ്റ് ക്യൂബ് എടുത്ത് സ്മോൾ, ഏറ്റവും വലിയ ക്യൂബ് എടുത്തിട്ട് ബിഗ്. അത് നമുക്ക് കൺസെപ്റ്റുകൾ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ പറ്റും. എന്തെങ്കിലും പറയാനുണ്ടാണ്? ഓക്കെ. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആൻഡ് അഡൾട്ട് വിൽ നെവർ ആക്ട് ഈസ് ഇൻ ദാറ്റ് വേ. ഒരിക്കലും ഒരു മുതിർന്ന വ്യക്തി ഇതേപോലെ ആക്ട് ചെയ്യണമെന്നില്ല. കാരണം the child does not hurry as we do towards the end. അപ്പൊ കുട്ടികളെ എൻഡ് റിസൾട്ട് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. അവർക്ക് ആ വർക്ക് ചെയ്യണം എന്നുള്ള ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ. ബൈ ഫോളോയിങ് ദിസ് rhythm the child able to perfect himself. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ കുട്ടി പെർഫെക്റ്റ് ആവാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മളെങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടിന് പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്ന പോലെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? കുട്ടികൾ അവരെ ആ ഒരു എൻവയോൺമെന്റും ആ ഒരു റിതം അവർ പെർഫെക്റ്റ് ആവാനാണ് ശ്രമിക്കുന്നത്. ത്രൂ വർക്കിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. വീണ്ടും ഒരു ആക്ടിവിറ്റി വീണ്ടും ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഒരു വ്യക്തി എന്തായി മാറുന്നത്? പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ത്രൂ പ്രാക്ടീസിലൂടെയാണ് ഓരോ കുട്ടികളും പെർഫെക്റ്റ് ആവുന്നത്. ഓരോ ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റിന്റെയും ബേസ് എന്ന് പറയുന്നത് വർക്കാണ്. അപ്പൊ വർക്കും മൂവ്മെന്റ്സ് വളരെ കണക്റ്റഡ് ആണ്. ക്ലോസ്ലി കണക്ഷൻ ഇൻ വർക്ക് ആൻഡ് മൂവ്മെന്റ്സ്. നമ്മുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ ട്ടാ, ഒന്ന് റീഡ് ചെയ്തേ. മരിയം മോണ്ടിസോറിന്റെ 5 ഒബ്സർവേഷൻസ് ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ ഇതാ. അപ്പൊ നിങ്ങൾക്ക് ഒബ്സർവേഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. ഡോക്ടർ മരിയ മോണ്ടിസോറി ഫോർമുല അനൗൺസ് ദാറ്റ്. ഓക്കെ, അതാരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് കേട്ടോ. Okay. Dr. Maria Montessori formally announced that the child must possess within him a predetermined pattern of psychic physics unfolding, which is not obvious at birth. She referred to the as the spiritual embryo. Montessori was of the view that for this physic pattern of reveal itself, two conditions must be satisfied. First, the environmental to understand or come to terms with the limit of his universe. Second, he need freedom to disclose himself. If these two conditions are absent, the psychic life of the child will not reach its potential and his personality will be retarded. Believing that the child has real constructive energy and unrecognized intellectual powers, Montessori emphasized the need to use this energy to generate a new world for humanity. ഓക്കെ, ഇതില് ഫസ്റ്റ് എന്നാ മിസ്റ്റേക്ക് എന്തെടുത്താട്ടോ? ഫിസിക്സ് നല്ല കിടക്കുന്ന സൈക്കിക്ക് നാക്കാട്ടോ. സൈക്കിക്ക് നാണ്. ഓക്കെ, ഡോക്ടർ മരിയ മോണ്ടിസോറി ഫോർമുല അനൗൺസ് ദാറ്റ് ചൈൽഡ് കോസസ് വിത്ത് predetermined pattern of psychic unfolding. ഒരു കുട്ടി ജനിക്കുമ്പോ ഒബ്വിയസ് ആയിരിക്കും, അവന് വ്യക്തമായിട്ടൊരു എന്താ പറയാ ധാരണയോ ഒന്നും ഉണ്ടാവില്ല. ഒരു കുട്ടിക്ക് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഇതുണ്ടാവില്ല, ധാരണ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ എംബ്രിയോ ആണ്. അവന്റെ ബോഡി ഒക്കെ ഓക്കെ ആണ്, കറക്റ്റ് ആണ്, പക്ഷെ അവന്റെ മൈൻഡ് എന്ന് പറഞ്ഞാല് ഇപ്പോഴും ഒരു എംബ്രിയോനെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഷി റെഫേഴ്സ് ടു ദം ആസ് എ സ്പിരിച്വൽ എംബ്രിയോ. അവൻ എൻവയോൺമെന്റ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെയാണ് ഈ സ്പിരിച്വൽ എംബ്രിയോ എന്ന് മാറി അവനൊരു ബെറ്റർ ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നത്. മോണ്ടിസോറി ഷി റെഫേഴ്സ് ടു ദം ആസ് എ സ്പിരിച്വൽ എംബ്രിയോ. അവർ ജനിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ എംബ്രിയോ ആണ് എന്ന് പറയാം. അവരുടെ മനസ്സ്, അതായത് മൈൻഡ് ഒരു സ്പിരിച്വൽ എംബ്രിയോ ആണ്. കാരണം അവരുടെ ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അവന്റെ ചുറ്റുപാടും അവന്റെ എൻവയോൺമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെയാണ് അവനിൽ ഓരോ മാറ്റങ്ങളും വരുന്നത്. അവന്റെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? ഹോം, സ്കൂള്, അതേപോലെ തന്നെ സൊസൈറ്റി. ഇവിടെയുള്ള അവൻ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലൂടെ അവൻ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെയുമാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവന് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ മോണ്ടിസോറി വാസ് ഓഫ് ദി വ്യൂ ദാറ്റ് അവിടെയും ഫിസിക്സ് നടക്കണ സൈക്കിക് പാറ്റേൺ ടു റിവീൽ ഇറ്റ് സെൽഫ്. അപ്പൊ മെയിൻ ആയിട്ട് ടു കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് അവൻ അവന്റെ ചുറ്റുപാട് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഫസ്റ്റ് എൻവയോൺമെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ കം to terms with the limit of his universe. അവന്റെ ചുറ്റുപാടിനെ കുറിച്ചിട്ടും കാര്യങ്ങളും എല്ലാം അവൻ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ദെൻ നെക്സ്റ്റ് ആണ് അവന് ഫ്രീഡം വേണം. ഈ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യണ്ടേ, അതിനുള്ള ഫ്രീഡം ആര് അലോ ചെയ്യണം? നമ്മൾ അലോ ചെയ്യണം. ഈ രണ്ട് കണ്ടീഷൻസും ആബ്സെന്റ് ആണെങ്കിൽ അവന്റെ സൈക്കിക് ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കോ? ഇല്ല. അവന്റെ പേഴ്സണാലിറ്റി വിൽ ബി റിട്രെയിൻഡ്. അവന്റെ പേഴ്സണാലിറ്റി അവിടെ എന്ത് വരും? അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ അവന്റെ മെന്റൽ ഡെവലപ്മെന്റും അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും സംഭവിക്കില്ല. നമ്മൾ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫസ്റ്റ് അവന്റെ ചുറ്റുപാടുമാണ് സേഫ് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ചുറ്റുപാട് കൊടുക്കണം. അതേപോലെ അവന് ഫ്രീഡം കൊടുക്കണം. അവന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നല്ല കോൺഫിഡൻസോട് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം, അലോ ചെയ്യണം. അല്ല, അങ്ങനെ ചെയ്തില്ലാത്ത പക്ഷം അവന്റെ പേഴ്സണാലിറ്റി അവിടെ എന്ത് ചെയ്യാണ്, തടസ്സപ്പെടുകയാണ്. അല്ലെങ്കിൽ അവിടെ അവനൊരു ബാഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പൊ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം കേട്ടോ. എന്താണ് ചെസ്, പിന്നെ നമ്മുടെ ബീഡ്സ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ എന്താണ് അവരുടെ പേഴ്സണാലിറ്റി കുറച്ചും കൂടി ചെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആക്ടിവിറ്റീസുകളൊക്കെ കൊടുക്കുക, അപ്പൊ അവന് കൂടുതലായിട്ട് കുറച്ചുകൂടി മിങ്കിളാവും. ഒരു ചുറ്റുപാടും അവൻ മനസ്സിലാക്കുന്നു. അതൊക്കെ നല്ലൊരു കാര്യമാണ്.
ബിലീവിംഗ് ദാറ്റ് ദ ചൈൽഡ് റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി ആൻഡ് അൺറെക്കഗ്നൈസ്ഡ് ഇന്റലക്ച്വൽ പവർ, കുട്ടിയുടെ റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി എന്താണെന്ന്, ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ നല്ലതാണ്. റിയൽ കൺസ്ട്രക്റ്റീവ് എനർജി എന്താണെന്ന് കുട്ടിക്ക് അറിഞ്ഞുകൂടാ, കാരണം അവൻ എന്താണ്, അവൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ അവന്റെ ഇന്റലക്ച്വൽ പവർ എന്ന് പറഞ്ഞാൽ അൺറെക്കഗ്നൈസ്ഡ് ആണ്, കണ്ടെത്തിയിട്ടില്ല. നമ്മൾ പറയൂലേ നമുക്ക് എന്താണ് കഴിവ്, ഇപ്പോഴും നമ്മൾ നിങ്ങളോട് ആരെങ്കിലോട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് കഴിവാണുള്ളത്, എന്തായാലും എന്തെങ്കിലും സ്പെഷ്യൽ ഒരു കഴിവുണ്ടാവുമല്ലോ. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അൺറെക്കഗ്നൈസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഈ റെക്കോർഡ് എഴുതാൻ തുടങ്ങിയപ്പോഴായിരിക്കും ഞാൻ നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുക. ഞാൻ ഇമേജസ് വരയ്ക്കാൻ തുടങ്ങി, വരയ്ക്കുന്നല്ലാത്ത പറയുന്നത്, ജസ്റ്റ് ഈ ഇമേജസ് ഇല്ലേ, ഇപ്പൊ സി ഫോർ ക്യാറ്റ്, അത് ജസ്റ്റ് കോപ്പി ചെയ്ത് തുടങ്ങി. ബോർഡിലൊക്കെ കോപ്പി ചെയ്തപ്പോ അല്ലെങ്കിൽ ബുക്കിലൊക്കെ കോപ്പി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് ക്യാറ്റിന്റെ ഒക്കെ ഇമേജ് വരയ്ക്കാൻ അറിയാവുന്ന, എത്ര കാലം കഴിഞ്ഞിട്ട് ഞാൻ അത് റെക്കഗ്നൈസ് ചെയ്തത്. അപ്പൊ നമ്മൾ കുട്ടികളിലെ ചെറുപ്പത്തിലേ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ബെറ്റർ ആയിട്ട് അവരുടെ എനർജി എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. Montessori emphasized the need to use this energy to generate, ഈ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും, എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എ ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി, നല്ലൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കുട്ടികളിൽ ഈ ഒരു പവർ, ഇന്റലക്ച്വൽ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബ്ലോക്സ് പറഞ്ഞു, പിങ്ക് ടവർ യൂസ് ചെയ്യാൻ പറ്റും, അത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ബീഡ്സ് ഒക്കെയാണ്, ചെസ് നല്ലൊരു കാര്യമാണ്, കുട്ടികളെ ചെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെ കുട്ടികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവരുടെ എനർജീസ് ഈ ഒരു കാര്യത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എന്തിലേക്ക്, വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനും അവരൊരു ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി ഡെവലപ്പ് ചെയ്യാനും പറ്റും. ഇനി നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് ഒരു ന്യൂ വേൾഡ് ഫോർ ഹ്യൂമാനിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് നോക്കാം കേട്ടോ. ഒരു പാരഗ്രാഫ് എന്ന രീതിയിൽ എല്ലാവരും റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കട്ടെ മാം. ധന്യവാദം. Maria Montessori was requested by a building society to contact a daycare center for some slum children at a place called San Lorenzo. So on the basis of her findings, Montessori started the school named Casa di Bambini, meaning the house of children, in 1907. There she centered on teaching the students way to evolve their own skill at a pace they set, a principle Montessori called spontaneous self-development or auto-education. This was the first school in the chain of schools she started in Italy. ഓക്കെ, മോണ്ടിസോറി ഒരു മെത്തേഡൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു വ്യൂസ് ഒക്കെ പറഞ്ഞ സമയത്ത് ഒരു ബിൽഡിംഗ് സൊസൈറ്റി മോണ്ടിസോറിനെ കോൺടാക്ട് ചെയ്തു. ഒരു ഡേ കെയർ സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അത് എവിടെയായിരുന്നു എന്നാണ് ഇമ്പോർട്ടന്റ്, സ്ലംസ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ്, സ്ലംസ് ഏരിയയിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പം മോണ്ടിസോറി ആ ഒരു ഏരിയയിൽ ചെന്നു. ആ ഏരിയയുടെ പ്ലേസിന്റെ പേരെന്താണ്? സാൻ ലൊറൻസോ. സോ അങ്ങനെയാണ് മോണ്ടിസോറി എന്ത് ചെയ്തത്, ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. സോ ദ ബേസിക് ഓഫ് ഹെർ ഫൈൻഡിങ്സ്,
മോണ്ടിസോറി ഒബ്സർവേഷനെയും ഫൈൻഡിങ്സിനെയും ബേസിലാണ് മോണ്ടിസോറി ആ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സ്കൂളിന് കൊടുത്ത പേരെന്തായിരുന്നു? അതിന്റെ മീനിങ് എന്തായിരുന്നു? ദ ഹൗസ് ഓഫ് ചിൽഡ്രൻ. ഏത് വർഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? 1907. ഇത് ഓൾറെഡി എടുത്ത പോർഷൻ ആണോ നിങ്ങൾക്ക്? അതെ. കുറച്ച് പറഞ്ഞാന്നു പക്ഷെ എങ്കിലും ഒന്നും മനസ്സിലായിട്ടില്ല. 2 മാമും എടുത്തിട്ടുണ്ട്. ജിഷ മാമും എടുത്തു, വേറെ മാമും എടുത്തു. പക്ഷെ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഫ്ലവേഴ്സ് ഓഫ് സയലൻസ് വരെ എടുത്തിട്ടുണ്ട്. അതായത് മാം പറയുന്നത് മനസ്സിലാകും, സെറീന മാം പറയുന്നത്. പക്ഷെ കുറെ നേരം കഴിഞ്ഞ് ഡൗട്ട് ചോദിച്ച് കുറെ നേരം കഴിഞ്ഞ് വരുമ്പോ തീരെ മനസ്സിലായതൊന്നും മനസ്സിലാവാതെയാകും. അതുപോലെയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ഇവിടെ സൈറ്റിക് അത് ഫിസിക്സ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചന്ന്. ആണോ? അത് സൈക്കിക് ആണ്, അത് മിസ്റ്റേക്ക് ആണ്. വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. സൈക്കിക്കിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചോക്കെ സൈക്കിക്കിലാണ് വരുന്നത് കേട്ടോ. അപ്പോ 1907 ഏത് സ്കൂൾ, ഫസ്റ്റ് സ്കൂൾ ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്തത്. സ്കൂളിന്റെ നെയിം കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മൈൻഡിൽ വെക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഷി സെന്റഡ് ഓൺ ടീച്ചിങ് ദ സ്റ്റുഡൻസ്, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതും. അപ്പോ വേ ടു ഇൻവോൾവ് ദെയർ ഓൺ സ്കിൽ അറ്റ് പീസ് by they set principles of Montessori. മോണ്ടിസോറിയുടെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിന്റെ ബേസിലാണ് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് അവർ പറയുന്നത് സ്പോണ്ടേനിയസ് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. കുട്ടികള് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓർ ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. നമ്മളിവിടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുകയല്ല, അവര് ഓട്ടോ സ്വയമേ പഠിക്കുകയാണ്. ഞാൻ സൊസൈറ്റി ഓഫ് കോഹേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് മുതിർന്ന കുട്ടികള് ഓൾഡർ വൺസ് യങ്ങർ വൺസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അവിടെ ഓട്ടോ എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്, സ്വയമേ പഠിക്കുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഒരു വർക്ക് ചെയ്യുന്നു, അത് മിസ്റ്റേക്ക് പറ്റുന്നു, അവൻ വീണ്ടും അത് തിരുത്തുന്നു, അവൻ വീണ്ടും ആ വർക്ക് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴായിരിക്കും, മേ ബി നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും ആ ഒരു വർക്ക് അവൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ബേസിലാണ് നമ്മൾ ഈ ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. മോണ്ടിസോറി സ്കൂൾ ചെയിൻ ഓഫ് സ്കൂളിന്റെ ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ സ്കൂൾ ഏതാണ്? സ്കൂൾ പറഞ്ഞോ? നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കട്ടെ? വായിച്ചു. 2 പാരഗ്രാഫും വായിച്ചു. ഫസ്റ്റ് 2 പാരഗ്രാഫ് വായിച്ചു. ഓക്കെ മാം. Through experimentation, she defined her methods, which drew the attention of the whole world. She was invited worldwide to demonstrate her method. In the end, this leads to the establishment of many Montessori schools in different countries all around the world. Dr. Maria Montessori wrote a number of books on education. The Discovery of Child Education for a New World, The Secret of Education, Child Training, The Child's Place and Education, Reconstruction in Education, The Montessori Method, The Advanced Montessori Method, etc. are some of her works. ഓക്കെ. ഞാനൊരു സംശയം ചോദിക്കട്ടെ മാം? ഇറ്റലിന്റെ ഇത് പറഞ്ഞില്ലായിരുന്നോ ഫസ്റ്റ് സ്കൂളിന്? അത് ചെയിൻ ഓഫ് സ്കൂൾ അതാണ് പറഞ്ഞ, എനിക്ക് ക്ലിയർ ആയില്ല. മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്ത സ്കൂള് ആണ് പറഞ്ഞത്. ഇറ്റലിയിലാണ് സ്റ്റാർട്ട് ചെയ്തെന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മാം. അപ്പോ ത്രൂ എക്സ്പെരിമെന്റേഷനിലൂടെയാണ് മോണ്ടിസോറി മെത്തേഡ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് ആ ഒരു സ്ലംസ് ഏരിയയിലെ കുട്ടികൾ ഇത്രയും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോൾ ഈ ഒരു മെത്തേഡിന് ഒരു എന്താ പറയുക, ഒരു വേൾഡ് വൈഡ് അറ്റൻഷൻ കിട്ടി. അപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മരിയ മോണ്ടിസോറി ഇൻവൈറ്റ് ചെയ്തു, ഇൻക്ലൂഡിങ് ഇന്ത്യയിലും മരിയ മോണ്ടിസോറി വന്നിട്ടുണ്ട്. നിങ്ങൾ അത് എല്ലാ കാര്യങ്ങളും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യണം, സെമിനാറിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ കുറെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് സെമിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് ആ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ. In the end of this lead established, ഇതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളുകൾ ഡിഫറെന്റ് പാർട്സിൽ പല രാജ്യങ്ങളും പല
വേൾഡിൽ പല രാജ്യങ്ങളിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നമ്മുടെ 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 ചുറ്റുപാട് തന്നെ രണ്ട് മോണ്ടിസോറി സ്കൂളുകൾ ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് തൊട്ടടുത്ത് പറഞ്ഞാൽ മേ ബി ഒരു 500 മീറ്റേഴ്സ് അകലെ ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ട്. അത് മെന്റലി ശരിക്കും പറഞ്ഞാൽ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. ദെൻ വേറൊരു സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്, പറവൂർ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്താണ്, മെയിൻ ബ്രാഞ്ചിന്റെ അടുത്തായിട്ടാണ്. അപ്പൊ നമ്മൾ അടുത്തടുത്ത് ഇപ്പൊ മോണ്ടിസോറി സ്കൂളുകൾ ഒരുപാടുണ്ട്. അപ്പൊ ആദ്യം ഇതൊരു സ്കൂളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇത് വേൾഡ് വൈഡ് എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്കൂളിന്റെ നമ്പർ ഓഫ് സ്കൂളിന്റെ എണ്ണം കൂടി. അന്നും ഒരുപാട് റിജക്ഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. കാരണം അന്നും ഒരുപാട് പേര് ത്രെറ്റനിങ്സും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. കാരണം കളിപ്പാട്ടം വെച്ച് കുട്ടികളെ പഠിപ്പിക്കുമോ, ഇത് വെച്ചിട്ടാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് ഒരുപാട് ക്വസ്റ്റ്യനിങ്ങും ഒരുപാട് റിജക്ഷൻസും ഒരുപാട് തർക്കങ്ങളും അതേപോലെ ഒരുപാട് തടസ്സങ്ങളും ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന മോണ്ടിസോറി മെത്തേഡ് മരിയ മോണ്ടിസോറി ഇംപ്ലിമെന്റ് ചെയ്തത്. അതേപോലെ തന്നെ നിങ്ങൾ ഓരോ കുട്ടികളും വായിച്ചിരിക്കേണ്ട ഒരുപാട് ബുക്കുകൾ മരിയ മോണ്ടിസോറി എഴുതിയിട്ടുണ്ട്. ഇനി വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനായിട്ട് നമുക്കത് കേൾക്കാൻ പറ്റും. നിങ്ങൾ ഫുൾ ഓൺലൈൻ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് കേൾക്കാനായിട്ട് പറ്റും. ഓരോ ബുക്കുകളും ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എഡ്യൂക്കേഷൻ ഫോർ എ ന്യൂ വേൾഡ്, മിക്ക ആപ്പുകൾ ഉണ്ടല്ലോ റീഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളുണ്ട്. അത് കൂടാണ്ട് കേൾക്കാൻ പറ്റുന്ന ആപ്പുകളുണ്ട്. അത് മലയാളം വേർഷൻ കേട്ടാൽ മതി. ഒരു ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ആണ്. അത് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ബുക്കുകളൊക്കെ വായിക്കണം. അത് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഭാഗമാണ്. കൂടുതൽ നിങ്ങൾക്ക് അറിയാനും നോളജ് ഇംപ്രൂവ് ചെയ്യാനും ഈ ബുക്കുകൾ വായിക്കുന്നത്. ഇല്ല, പറവൂരല്ല, മന്നത്താടാ. അപ്പോ ഈ ഒരു മെത്തേഡ് നമുക്ക് കൂടുതൽ അറിയാനും മരിയ മോണ്ടിസോറിനെ കുറിച്ച് കുറച്ചും കൂടി നമ്മുടെ ടെസ്റ്റിൽ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് മരിയ മോണ്ടിസോറിന്റെ ബുക്കുകൾ വായിക്കുന്നതിലൂടെ നമുക്ക് പറ്റും. നമുക്ക് എപ്പോഴും നിങ്ങൾ ഈ ഒരു മെത്തേഡിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും മരിയ മോണ്ടിസോറിനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ബുക്കുകളൊക്കെ റീഡ് ചെയ്യാം കേട്ടോ മരിയ മോണ്ടിസോറിയുടെ. അതേപോലെ ബുക്ക് റീഡിങ് നല്ലൊരു ഹാബിറ്റ് ആണ്. വായിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ റീഡ് ചെയ്യുന്നത് നല്ലതാണ്. എനിക്കും മുമ്പ് പണ്ട് ടൈം ഉണ്ടായിരുന്ന സമയത്ത് ഈ നമ്മള് ഒത്തിരി ബുക്കുകൾ വായിക്കുമായിരുന്നു. മേ ബി ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒന്നും ഇന്ററപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നും വരാതെ കണ്ടിന്യൂസ് ആയിട്ട് ബുക്കൊക്കെ വായിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ ബുക്കുകൾ റീഡ് ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഫോണാണ്. റീഡ് ചെയ്യാനായിട്ട് ഫോണാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോണില് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഫോണിലൊക്കെ റീഡ് ചെയ്യുന്നത്. കംഫർട്ടബിൾ ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് ഫോണാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ റീഡ് ചെയ്യുന്നത് ഫോണിലാണ്. അത് നല്ല കാര്യമല്ലാന്ന് എനിക്കറിയാം. കാരണം ഫോൺ ഒത്തിരി നേരം കാണുന്നതൊന്നും നല്ലതല്ല. പക്ഷെ എന്നാലും റീഡിങ് ഹാബിറ്റ് കളയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോണിൽ റീഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ മാക്സിമം ബുക്ക് റീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ അതാണെങ്കിൽ ബുക്ക് തന്നെ റീഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി അടുത്ത പാരഗ്രാഫ് വായിച്ചു കേട്ടോ. ഞാൻ വായിക്കാമോ? വായിച്ചു കേട്ടോ. ഡിസ്കവറി ഓക്കെ. Discovery such a Casa di Bambini, Montessori discovered a world within the child. It is really this discovery which made her famous, not her method. അത്ര മതിയാ വാക്ക്? അത് ഞാൻ പറഞ്ഞിട്ട് വായിക്കാം. ഡിസ്കവറി കുറെ കാര്യങ്ങള് ഈ സ്കൂളിൽ നിന്ന് ആര്യ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് മോണ്ടിസോറി 48 ടെൻഡൻസീസ് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഒരുപാട് നേരം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഒരുപാട് നേരം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതാണ് മെന്റൽ കോൺസെൻട്രേഷൻ. ദെൻ ലവ് ഓഫ് റിപ്പീറ്റേഷൻ, വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് കുട്ടികളുടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. ഇതാണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. 1 മിനിറ്റ്. ദെൻ ലവ് ഓഫ് ഓർഡർ, കുട്ടികൾ ആ ഒരു ഓർഡറിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു. ആ ഒരു മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വെക്കണം, ആ ഒരു
എങ്ങനെ വെക്കണം, അറേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ അവർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. ദെൻ ഫ്രീഡം ഓഫ് ചോയ്സ്, അവർക്ക് ഏത് മെറ്റീരിയൽസ് ചോയ്സ് ചെയ്യണം, സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ആർക്ക് നമ്മൾ കൊടുക്കുന്നു? കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നു. പണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, നമ്മുടെ ടീച്ചേഴ്സ് ആണ് അസൈൻ ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നീട് അത് കുട്ടികളുടെ ഫ്രീഡത്തിലേക്ക് ഫുൾ ഫ്രീഡം ടു ചോയ്സ് ആർക്ക് കൊടുക്കുന്നു? കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നു. ലവ് ഓഫ് വർക്ക്, കുട്ടികൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് ആ ഒരു വർക്കിന്റെ ഒരു വർക്കിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. അവർക്ക് നമ്മൾ എത്ര എക്സ്പെൻസീവ് ടോയ്സ് കൊടുത്താലും നമ്മുടെ മെറ്റീരിയൽസ് ആണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ഉണ്ടാവും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാൻ ഓക്കെ, മരിയ മോണ്ടിസോറി അതെങ്ങനെ ഒബ്സർവ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരിയ മോണ്ടിസോറിയുടെ ഫ്രണ്ട് കുറച്ച് ടോയ്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തു. പക്ഷെ ആ ടോയ്സ് ആദ്യം കുട്ടികൾ കയ്യിലേക്ക് എടുത്തെങ്കിലും പിന്നീട് അത് മാറ്റി വെച്ചിട്ട് അവർ നമ്മുടെ മെറ്റീരിയൽസ് പ്രിഫറൻസ് കൊടുത്ത് വർക്ക് ചെയ്യുന്നത് കണ്ടു. ആ ഒരു ഒബ്സർവേഷന്റെ ബേസിലാണ് ലവ് ഓഫ് വർക്ക്, വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു താല്പര്യം അതുണ്ടാവും. നിങ്ങളല്ലേ ഈ ലവ് ഓഫ് വർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത് ഏത് സിറ്റുവേഷൻ ആണെന്ന് ഞാൻ പറയാം. നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ ഈ മെറ്റീരിയൽസ്, നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് ലൈവ് ക്ലാസ്സിലായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്കത് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങളത് ഓൺലൈൻ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് അത് ചെയ്ത് നോക്കുമ്പോൾ കുട്ടികളുടെ ഓരോ എക്സ്പ്രഷനും ഓരോ ആൻസർ കിട്ടി, അല്ലെങ്കിൽ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വർക്കിനോട് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തോന്നും. കാരണം ഈ മെറ്റീരിയൽസ് ഒക്കെ കൂടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ കുഞ്ഞു കുട്ടികളെ പോലെ ആക്ട് ചെയ്യും. ഇതൊക്കെ എനിക്ക് വേണം, എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ നമുക്കൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നും. അത് തോന്നുകയാണെങ്കിൽ പറയണം കേട്ടോ. പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു മിസ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഫീൽ ചെയ്തു, ഇല്ലെങ്കിലും പറയണേ. അപ്പൊ ഓരോരുത്തരുടെ ഫീലിംഗ് ആണ്. നോ നീഡ് ഫോർ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. മോണ്ടിസോറി പറയുന്നത് ഇവിടെ നമ്മൾ റിവാർഡ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ബെസ്റ്റ് സ്റ്റുഡന്റ്, അതേപോലെ നമ്മൾ അങ്ങനെ അവാർഡുകളോ റിവാർഡുകളോ ഒന്നും കൊടുക്കേണ്ട. എല്ലാവരെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വീട്ടിലായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുത്താൽ മതി. പണിഷ്മെന്റിന്റെ ആവശ്യവും നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കുട്ടികളെ നമ്മൾ അടിച്ചു പഠിപ്പിക്കണം അങ്ങനെ നമ്മൾ പറയുന്നില്ല. ലവ് ഓഫ് സൈലൻസ്, കുട്ടികൾക്ക് ആ ഒരു സൈലൻസ് വളരെയധികം ഇഷ്ടമാണ്. ലവ് ഓഫ് സൈലൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു എക്സ്പീരിയൻസ് പറയുന്നത്, ലവ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞാല് മരിയ മോണ്ടിസോറി ഒരു ടാസ്ക് കൊടുത്തു കുട്ടികൾക്ക്. ഒരു കുട്ടി ഉറങ്ങാണ്, നിശബ്ദമായിട്ട് ഉറങ്ങാണ്. ആ സമയത്ത് ആ ഒരു ക്ലാസ് റൂമിൽ ആ കുട്ടിയുടെ എന്താ പറയാ ശ്വാസം എടുക്കുന്നതും മാത്രമാണ് കേൾക്കുന്നത്. അപ്പോ കുട്ടികളോട് ടാസ്ക് കൊടുത്തെന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റോ ഇങ്ങനെ നിശബ്ദമായിട്ട് ഇരിക്കാനായിട്ട്? അപ്പോ മരിയ മോണ്ടിസോറി വിചാരിച്ചു അവർക്ക് നിശബ്ദമായിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല, കുട്ടികൾ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്യുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഈ കുട്ടികൾ എന്ത് ചെയ്തു, ആ ഒരു ലവ് ഓഫ് സൈലൻസ് അത് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര നിശബ്ദമായിട്ടാണ് അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നിങ്ങള് പിന്നെ ഒരു കാര്യം, ഒരു സ്കൂളില് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഒരു സ്കൂളില് എന്താണ് ഒരു ക്ലാസ് റൂം ഉണ്ട് മോണ്ടിസോറി. അവിടെ CBSE സ്കൂളാണ്, പക്ഷെ ആ സ്കൂളിൽ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു ക്ലാസ് റൂം ഉണ്ട്. ബാക്കി എല്ലാ ക്ലാസ് റൂമിലും ഭയങ്കര വികൃതികളായിരിക്കും കുട്ടികൾ, ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. നമുക്ക് അടക്കിയിരുത്താനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ പിള്ളേർ എപ്പോഴും പറയും ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭയങ്കര വയലന്റ് ആണ്. പക്ഷെ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ആ കുട്ടികളിൽ ഈ ലവ് ഓഫ് സൈലൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം അവർക്കറിയാം ഈ ഒരു മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ഒരു പ്രിൻസിപ്പിൾ ആണ് ഇത് ലവ് ഓഫ് സൈലൻസ് എന്നുള്ളത്. അറിയോ അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണോ എന്ന് പറഞ്ഞുകൂടാ. ഭയങ്കര നിശബ്ദമായിട്ട് സൈലന്റ് ആയിട്ടായിരിക്കും ആ ഒരു ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് കുട്ടികൾ തമ്മിൽ ക്ലാഷുകളോ സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവർ ഓരോരുത്തരും ചെയ്യുന്ന വർക്കിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയുക, ലവ് ഓഫ് വർക്കിംഗ്. പിന്നെ റൈറ്റിംഗ് ആൻഡ് റീഡിങ്. കുട്ടികളെ മോണ്ടിസോറി കുട്ടികളെ നമ്മൾ റൈറ്റിംഗ് റീഡിങ് പഠിപ്പിക്കുന്നത് ഇല്ല. കുട്ടികളായ ഒരു ഇന്റൻഷൻ നമ്മളോട് പറയും അവർക്ക് റൈറ്റ് ചെയ്യണമെന്ന് നമ്മളോട് തന്നെ പറയും. കാരണം പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികളെ നമ്മൾ പെൻസില് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെയാണ് കുട്ടികളെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. കുട്ടികളെ കൈ പെൻസിൽ കൊടുത്തിട്ട് മുറുക്കി പിടിച്ചിട്ടായിരിക്കും അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന കാര്യമില്ല. കാരണം നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ, ആൽഫബറ്റ്സിന്റെ ഒക്കെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് അവരെ കൊണ്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യിക്കുന്നത് കൂടെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ആവുന്നുണ്ട്. അതുവഴി കുട്ടികൾക്ക് ആ റൈറ്റിംഗ് എബിലിറ്റി അവർക്ക് ഇംപ്രൂവ് ആവുന്നുണ്ട്.
കാരണം അവർക്ക് റൈറ്റ് ചെയ്യാൻ സ്വയമേ റൈറ്റ് ചെയ്യാൻ നമ്മളോട് പറയും, എനിക്ക് എഴുതണം എന്ന് നമ്മളോട് കുട്ടികൾ വന്ന് പറയും. ഇനി സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ആണ്. മോണ്ടിസോറി ഈ ഒരു സ്കൂളിൽ ഒബ്സർവ് ചെയ്തതിൽ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ കാണാനായിട്ട് പറ്റി. കുട്ടികള് നമുക്കറിയാം എവിടത്തെയാണ് സ്ലംസ് ഏരിയയിലെ കുട്ടികളായിരുന്നു, പക്ഷെ അവര് ഭയങ്കര ക്ലാസ്സിന്റെ പുറത്ത് ഭയങ്കര വയലന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരൊരു സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് മരിയ മോണ്ടിസോറിയുടെ സ്വന്തം ഒബ്സർവേഷനിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ ഡെറൈവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഓരോ ഒബ്സർവേഷൻസും ഓരോ ഡിസ്കവറീസും കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഡിസ്കവറീസിന്റെ ബേസിലാണ് ടെൻഡൻസീസ് ഓഫ് മാൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾസ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പിന്നീട് റീഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി പോർഷൻസ് എടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മള് ഇവിടെ വരെ പറഞ്ഞത്, അത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ട് വരാം. മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് സെമിനാറിനും പ്രിപ്പയർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോരുത്തരും വരാനായിട്ട്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് സെമിനാർ എടുക്കാൻ പറ്റും, അത്രയും പ്രിപ്പറേഷൻ വേണം. ഞാൻ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ റെഫർ ചെയ്യണം. അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, അത് നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് കിട്ടുന്നത് ഏത് ലാംഗ്വേജിലാണോ അത് പ്രിഫർ ചെയ്യുക, പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിലാണ് സെമിനാർ ഉള്ളത്. അപ്പൊ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഷെർലി പറഞ്ഞോ. താങ്ക് യു മാം എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ഒരു കാര്യം പറയട്ടെ, ഇന്നലെ ഇത് പരീക്ഷ എഴുതിയപ്പോഴേ നമ്മൾ ആ ഗൂഗിൾ മീറ്റിൽ കയറി കാര്യങ്ങൾ ചെയ്തോണ്ട് സാറ് അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അതിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടാണ് അടുത്ത മറ്റേ പരീക്ഷയുടെ ഇതിൽ പോയി കയറിയത്. അപ്പൊ എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. എന്റെ പരീക്ഷ എന്തെങ്കിലും പ്രശ്നമാവോ? എനിക്ക് അത് അറിയാൻ വേണ്ടിയായിരുന്നു. അത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ റിസൾട്ട് കറക്റ്റ് ആയിട്ട് വന്നോ ഞാൻ ചെക്ക് ചെയ്യാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ശ്യാമള അല്ലേ മോരുടെ പേരെന്താണ്? ഷംല നാസർ 149 നമ്പർ. നോക്കാം. റിസൾട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് അങ്ങനെ വന്നുകൊണ്ടായിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you.